രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നതിന്റെ തുടർച്ചയായാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നടപ്പാക്കിയിരിക്കുന്ന വിദേശ സംഭാവന നിയന്ത്രണ നിയമ ഭേദഗതിയെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി കെ ബിജു പറഞ്ഞു. സിപിഎം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു പി കെ ബിജു. വിദേശ സംഭാവന സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് കടുത്ത നിയമം ഇപ്പോൾ തന്നെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. ഇതനുസരിച്ച് ഓരോ വർഷവും വരവ് ചിലവുകൾ കൃത്യമായി സമർപ്പിക്കണം. പുതിയ നിയമ ഭേദഗതി പ്രകാരം വിദേശ സംഭാവന സ്വീകരിക്കാൻ അനുമതി നിഷേധിച്ചാൽ രാജ്യത്ത് പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനയുടെ സ്വത്തുക്കൾ കേന്ദ്ര സർക്കാരിന് ഏറ്റെടുക്കാം. ഇക്കാര്യത്തിൽ കേരളത്തിൽ നിന്നുള്ള എംപിമാരുടെ പ്രതികരണം പാർലമെന്റിൽ ഇല്ലാതെ പോയത് ആശ്ചര്യപ്പെടുത്തുന്നതാണ്. സിപിഎം ശക്തമായ പ്രതിഷേധം കേന്ദ്രത്തെ അറിയിച്ചിട്ടുണ്ടെന്നും പി കെ ബിജു പറഞ്ഞു. ഇത്തരം കടുത്ത നിയന്ത്രണം നിലനിൽക്കുമ്പോഴാണ് അതിനേക്കാൾ കടുത്ത ഒരു നിയമം നമ്മുടെ രാജ്യത്ത് BJP സർക്കാർ പാസ്സാക്കിയിരിക്കുന്നത്. ഏതെങ്കിലും കാരണം പറഞ്ഞ് അനുമതി നിഷേധിക്കപ്പെട്ടാൽ പൂർണ്ണമായും അതിൻ്റെ അസറ്റ് കേന്ദ്ര സർക്കാരിൽ നിക്ഷിപ്തമാക്കുന്ന ഒരു നിയമനിർമ്മാണമാണ് നടത്തിയിട്ടുള്ളത്. അനുമതി നൽകുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ്. അവർക്ക് ഏതെങ്കിലും ഗ്രൗണ്ട് പറഞ്ഞ് അനുമതി നിഷേധിക്കാവുന്നതാണ്. അങ്ങനെ നിഷേധിക്കപ്പെട്ടാൽ നമ്മുടെ രാജ്യത്തെ നിരവധി സംഘടനകൾ അതിൻ്റെ മുഴുവൻ ഈ പതിറ്റാണ്ട് കാലങ്ങൾ അവർ പ്രവർത്തിച്ച മുഴുവൻ അസറ്റും കേന്ദ്ര ഗവൺമെൻറ് കയ്യിലേക്ക് പോകുമെന്നാണ് ഈ പുതിയ ഭേദഗതി പറയുന്നത്. മതന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്ന അവരുടെ പ്രവർത്തനത്തിൻ്റെ തുടർച്ചയായാണ് പൗരത്വ ഭേദഗതി നിയമം, അതുപോലെ മതപരിവർത്തന സംരക്ഷണ നിയമം, അതിലെല്ലാം തുടർന്നാണ് ഇപ്പോൾ സന്നദ്ധ സംഘടനകൾക്കും സേവന സംഘടനകൾക്കുമെല്ലാം നാളിതുവരെ ഉണ്ടായിരുന്ന അവരുടെ പ്രവർത്തനം ഇല്ലാതാക്കാനുള്ള നടപടി സ്വീകരിക്കാൻ ഇടയാക്കുന്ന ഈ ഭേദഗതി വന്നിട്ടുള്ളത്. കോൺഗ്രസിന്റെ വഴിവിട്ട നീക്കം മറച്ചുവെക്കാനാണ് ഡീൽ എന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുന്നത്. തൃശൂരിൽ ഇത്തവണയും LDF വിജയം നേടും. ഇവിടെ 2 കോൺഗ്രസ് സ്ഥാനാർത്ഥിയും ഒരു LDF സ്ഥാനാർത്ഥിയുമാണ് മത്സരിക്കുന്നതെന്നും പി കെ ബിജു പരിഹസിച്ചു. കോൺഗ്രസ് നടത്തുന്ന ഇത്തരം വഴിവിട്ട നീക്കങ്ങൾ മറച്ചുവെക്കാനാണ് അവർ ഈ തെരഞ്ഞെടുപ്പിനിടയിൽ ഡീൽ എന്ന ഒരു വാക്ക് പ്രയോഗിച്ചത്. തൃശ്ശൂരിൽ നിൽക്കുന്ന നമുക്കെല്ലാവർക്കും അറിയാം ഡീൽ ആരുമായി, എങ്ങനെ, എവിടെ എന്ന്. തൃശ്ശൂർ നമ്മളിപ്പോൾ കാണുന്നത് കോൺഗ്രസിൻ്റെ 2 സ്ഥാനാർത്ഥിയും LDFിൻ്റെ സ്ഥാനാർത്ഥിയും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന വ്യക്തി തന്നെയാണ് ഇത്തവണ NDA സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. അപ്പോൾ 2 കോൺഗ്രസ് സ്ഥാനാർത്ഥികളും LDF സ്ഥാനാർത്ഥിയുമാണ് ഇവിടെയുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം തൃശ്ശൂർ അസംബ്ലിയിലും നേടാൻ കഴിയും എന്നതാണ് ഇപ്പോൾ കാണുന്നത്. TCV ന്യൂസ്, തൃശൂർ.